മുളപ്പിച്ച ചെറുപയറിന്റെ ആരോഗ്യഗുണങ്ങൾ. പ്രഭാതത്തിലെ വ്യായാമത്തിനു ശേഷം മുളപ്പിച്ച ചെറുപയർ കഴിക്കുന്നതിൽ ഒരു രഹസ്യമുണ്ട്. ശരീരപോഷണത്തിനുള്ള വിറ്റമിനുകളുടെ ഒരു കലവറ തന്നെയാണ് പ്രകൃതി അതിൽ ഒരുക്കിവെച്ചിരിക്കുന്നത്. സ്റ്റാർച്ച്, ആൽബുമിനോയ് എന്നിവ യഥാക്രമം ഇതിൽ അടങ്ങിയിരിക്കുന്നു. ദേഹത്തിന്റെ ഓജസ്സിനും കഫപിത്തങ്ങളെ ശമിപ്പിക്കുന്നതിനും രക്തവർദ്ധനവിനും ഈ ധാന്യം അത്യുത്തമമാണ്. നേത്രരോഗികൾക്കും മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കും നല്ലതെങ്കിലും വാതരോഗികൾക്ക് ഹിതമല്ലെന്നാണ് കണ്ടെത്തൽ. ഫാസിയോളസ് ഔറിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചെറുപയർ ഇന്ത്യയിലെല്ലായിടത്തും കൃഷി ചെയ്യുന്നു. പച്ച, മഞ്ഞ നിറങ്ങളിൽ കാണപ്പെടുന്ന 2 തരം ചെറുപയറുകളിൽ മുന്തിയ ഇനമായി കണ്ടുവരുന്നത് ആഫ്രിക്കയിലാണ്. ദുഷിച്ച മുലപ്പാല് ശുദ്ധിയാക്കാനായി 25 മില്ലി ചെറുപയർ സൂപ്പ് ദിനവും 3 നേരം കഴിച്ചാൽ മതി. അതുപോലെ ഇതിന്റെ പൊടി താളിയായി ഉപയോഗിച്ച് കുളിക്കുന്നത് താരൻ മാറുന്നതിനും ശരീരകാന്തിക്കും ഗുണപ്രദമാണ്. ശിശുക്കൾക്കുണ്ടാകുന്ന മൂത്രതടസ്സത്തിന് ചെറുപയർ, ചെമ്പരത്തിവേര് എന്നിവ ചേർത്ത ഔഷധം ഉപയോഗിച്ചുവരുന്നു. ചെറുപയറും സമം ഉണക്കലരിയും കഞ്ഞിവെച്ച് പശുവിൻ നെയ്യ് ചേർത്ത് കാലത്തും വെറും വയറ്റിലും കഴിക്കുന്നത് നാഡീപിഴ സംബന്ധമായ രോഗങ്ങൾക്ക് നല്ലൊരു ചികിത്സയാണ്. വിവിധ ജീവകങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ ശരീരപുഷ്ടിയും ബലവും പ്രദാനം ചെയ്യുമെങ്കിലും തടിച്ചവർ ഉപയോഗം കുറയ്ക്കുന്നതാണ് നന്ന്. മുളപ്പിച്ച പയർ കൊണ്ടുള്ള കഞ്ഞി തേങ്ങയും അല്പം മധുരവും ചേർത്ത് കഴിക്കുന്നത് ഹൃദ്രോഗികൾക്ക് ഫലം ചെയ്യുമെന്ന് കണ്ടുവരുന്നു. പനി ശമിപ്പിച്ച് ശരീരതാപം ക്രമീകരിച്ച് പിത്ത അമ്ലരോഗങ്ങളെ ഭേദമാക്കുന്നതിനും ഇതിന്റെ വിവിധ വിഭവങ്ങൾ ഗുണകരമാവുന്നു. മുളപ്പിച്ച പയർ വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ വേവിക്കാത്തതാണ് കൂടുതൽ ഗുണം നൽകുന്നത്. സ്ഥിരമായി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവർ മുളപ്പിച്ച പയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഏറെ ഗുണം ചെയ്യുന്നതാണ് ചെറുപയർ. ദഹനക്കുറവ്, രക്തവർദ്ധനവ് എന്നിവയ്ക്കും നല്ലതാണ് ഇത്. ചെറുപയർ മുളപ്പിച്ചത്, മുരിങ്ങയില, ചുവന്നുള്ളി എന്നിവ അല്പം ഉപ്പ് ചേർത്ത് വഴറ്റി അതിലേക്ക് ചോറ് ചേർത്ത് യോജിപ്പിക്കുക. ഇത് കുട്ടികൾക്ക് വളരെ നല്ല പോഷകാഹാരമാണ്. വളരെ ചെറുതാണെങ്കിലും അത്ര ചെറുതല്ല ഇതിന്റെ ഗുണങ്ങൾ. രുചിക്കൂട്ടുകളുടെ വൈവിധ്യമറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ടേസ്റ്റി വേൾഡ്